എല്ലാവർക്കും സ്വാഗതം സിമ്പിൾ പാചകത്തിലേക്ക്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടൊരു സാധനമാണ്. എല്ലാവരും ഉപ്പുമാവ് തിന്നും മടുത്തില്ലേ? ചിലർക്കൊന്നും നമ്മുടെ പിള്ളേർക്കൊന്നും ഉപ്പുമാവ് ഇഷ്ടമല്ല. ഉപ്പുമാവ് ഇഷ്ടമല്ലാത്തവർക്ക് ഞാൻ റവ വെച്ച് ഒരു ബോൾസ് ഉണ്ടാക്കി കാണിക്കാം. അതിനുവേണ്ടി ഞാൻ 1 കപ്പ് വറുത്ത റവ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഞാൻ 1 ടേബിൾ സ്പൂൺ തേങ്ങ, ഒരു ഉള്ളിയുടെ 1/4 ഭാഗം, 2 പച്ചമുളക് കുത്തിയരിഞ്ഞത്, ഒരല്പം ഇഞ്ചി കുത്തിയരിഞ്ഞത്, 2 ബീൻസ് അരിഞ്ഞത്, ക്യാരറ്റ്. ഇതൊക്കെ ഓപ്ഷനാണ്. ക്യാരറ്റും ബീൻസും ഉള്ളിയൊക്കെ. തേങ്ങയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും വേണം. ബാക്കി നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർക്കാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായി പാൻ അടുപ്പ് വെച്ച് ഗ്യാസ് ഓണാക്കുകയാണ്. ഇത് നമ്മൾ ഏകദേശം ഉപ്പുമാവ് ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയിട്ട് ബോൾസ് ആക്കുക. കാണിക്കാം എങ്ങനെയാണുള്ളത്. പാൻ ചൂടായി. അതിലേക്ക് ഈ 1/4 സവോള അരിഞ്ഞത്, 2 പച്ചമുളക് അരിഞ്ഞത്, ഇഞ്ചി കൊത്തി അരിഞ്ഞത്, ക്യാരറ്റ് ഒരു ചെറിയ കഷ്ണം. അത് വേണമെന്നില്ല, നമ്മുടെ ഇഷ്ടം പോലെ. ഞാൻ പച്ചക്കറിയൊക്കെ നമ്മുടെ ഉള്ളിൽ ചെല്ലും. വെജിറ്റബിൾസൊക്കെ നമ്മളെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ തേങ്ങാപ്പീര, കറിവേപ്പില ഇടുക. 1 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിനകത്തേക്ക് ഒഴിക്കുന്നു. വെള്ളം തിളക്കിയിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഉപ്പൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം ചേർക്കാവുന്നതാണ്. വെള്ളം തിളക്കിയിട്ട് വെള്ളം തിളയ്ക്കാൻ തുടങ്ങി. നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന റവ കട്ട കെട്ടാതെ ഇതിനകത്തോട്ട് ഇളക്കിയെടുക്കുന്നു. സെയിം നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ. എന്നിട്ട് നമ്മൾ ബോൾസ് ആക്കുന്നു, പിന്നെ സ്റ്റീം ചെയ്യുന്നു. അങ്ങനെയാണിത്. നമുക്ക് ഇത് യോജിപ്പിച്ച് ഞാനിനി ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ഇതൊരു 3 മിനിറ്റ് അടച്ചു വെക്കും. ഈ ചൂടി കിടന്ന് ഇത് റവയൊന്ന് സോഫ്റ്റുമാകും, വേകുകയും ചെയ്യും. അപ്പം ഏകദേശം 3 മിനിറ്റായി. നമ്മുടെ റവയുടെ കൂട്ട് റെഡിയായി. നമുക്കിനി ഇത് അടുപ്പിൽ നിന്ന് മാറ്റാം. അതിനുശേഷം ഞാനൊരു ഇഡ്ഡലി പാത്രത്തിൽ ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഓരോ ബോൾസാക്കി ഇതിനകത്തേക്ക് വെച്ച് ആവി കയറ്റണം. നമുക്കിഷ്ടമുള്ള വലുപ്പം അനുസരിച്ച് ബോൾസ് ഉണ്ടാക്കാം. ഞാൻ ഗ്യാസ് ഓണാക്കട്ടെ. നമുക്കിങ്ങനെ ഓരോ ബോൾസും ഉണ്ടാക്കി ആവി കയറ്റാം. അങ്ങനെ നമ്മുടെ ബോൾസ് എല്ലാം റെഡിയായി. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ സ്നാക്സ് ആയിട്ടോ ഒക്കെ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ഡയബറ്റീസുകാർക്കും എല്ലാവർക്കും പറ്റിയ
ഒരു ഫുഡാണ്. ഇഷ്ടമല്ലാത്തവർ പോലും ഇത് കഴിക്കും. നമുക്കിനി ഇതൊന്ന് ആവി കയറ്റാം. നമ്മുടെ റവ ബോൾസ് എല്ലാം റെഡിയായി. നമുക്കിനി അതിന് താളിച്ചിടാൻ വേണ്ടുന്ന സാധനങ്ങൾ ചേർക്കാം. ഇതിങ്ങോട്ട് മാറ്റി വെക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചു. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിൽ 1/4 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ തുവരപ്പരിപ്പ് അല്ലെങ്കിൽ കടലപ്പരിപ്പാണെങ്കിലും ഇടാം, 1/2 ടീസ്പൂൺ ഉഴുന്ന്, 2 മുളക്, ഒരു കറിവേപ്പില. നിങ്ങളുടെ പറങ്ങേണ്ടിയോ മുന്തിരിങ്ങായോ കപ്പലണ്ടി വറുത്തതോ ഉണ്ടെങ്കിൽ അത് ഇടാം. ഞാൻ അല്പം പറങ്ങേണ്ടിയും ഒരു പിടി കപ്പലണ്ടി വറുത്തതുണ്ട്, അത് ഇടുന്നു. ഒന്ന് മൂപ്പിക്കുക. അതിന് ശേഷം 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂപ്പിക്കുക. നമ്മുടെ ഈ റവ ബോൾസ് റെഡിയാക്കി വെച്ചത് ഇതിനകത്തേക്ക് ഇടാം. നല്ല സോഫ്റ്റാണ്, നല്ല ഫ്ലഫിയും സോഫ്റ്റുമാണ്. റവ ഓൾറെഡി വെന്തതാണ്. വറുത്ത റവ വേണം എടുക്കാൻ. നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം ഇതിനകത്തോട്ട്. നമ്മളായിട്ട് പൾസസിന് ഉപ്പില്ല. ഞാൻ അല്പം ഉപ്പിട്ട് കൊടുത്തു ഇതിനകത്ത്. ഒരു വലിയ നാരങ്ങയുടെ അരമുറി എടുത്തതിൻ്റെ നീര്. നമ്മുടെ റവ ബോൾസ് അങ്ങനെ റെഡിയായി. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നല്ല സോഫ്റ്റാണ്. ഒത്തിരി ഇളക്കമൊന്നും വേണം. ഇത് ഓൾറെഡി നല്ല വെന്ത സാധനമാണ്. നല്ല രുചിയാണ് ഇത് കഴിക്കാൻ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. നമുക്ക് ഗ്യാസ് ഓഫാക്കിയിട്ട് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് പകരാം. നല്ല സോഫ്റ്റായിട്ടുള്ള റവ ബോൾസ്. എത്ര സോഫ്റ്റാണ് റവ ബോൾസ്. തൊട്ടാ പൊടിഞ്ഞ് വരും. ഒത്തിരി ഇളക്കമൊന്നും ചെയ്യും. നല്ല സോഫ്റ്റാണ്. നമ്മുടെ റവ ബോൾസ് റെഡിയായി. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, ബൈ.